ചേലക്കരയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേക്ക് മുറിച്ച് ചുവന്ന കേക്ക് മുറിച്ച് പ്രവർത്തകർ ആഘോഷിക്കുകയാണ് ചേലക്കര. പക്ഷെ കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം മറികടക്കാൻ ആയിട്ടില്ല. ഏതാണ്ട് 27,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് കെ രാധാകൃഷ്ണൻ ജയിച്ചത്. നേതാക്കൾ ഉയർത്തിപ്പിടിക്കുന്ന വാദം അതാണ്. ഇനി അവർക്ക് പറയാൻ ഒരാളുടെ അഭിപ്രായം കൂടെ കിട്ടിയില്ലേ? കെ മുരളീധരൻ പറഞ്ഞില്ലേ ഇത് ഭരണവിരുദ്ധ വികാരമില്ല സംസ്ഥാനത്തുനിന്ന്. കെ മുരളീധരൻ പറഞ്ഞതിനും കൂടെ എടുത്ത് പറഞ്ഞു. കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. യു ആർ പ്രദീപിന് കേക്ക് നൽകി മന്ത്രി കെ രാജൻ യു ആർ പ്രദീപിന്റെ വിജയം ആഘോഷിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. വലിയ തോതിലുള്ള പ്രവർത്തനം LDF-ഉം UDF-ഉം കാഴ്ചവെച്ച ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര എന്ന കാര്യത്തിൽ സംശയമില്ല. ചേലക്കരയിൽ വലിയ വിജയം ഉണ്ടാകുന്നു. ചേലക്കരയിൽ വലിയ വിജയം. പാലക്കാട്ട് BJP നേതാവ് ശിവരാജൻ മാധ്യമങ്ങളെ കാണുന്നു. എന്താണ് പറയുന്നത് ശിവരാജൻ? രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നമ്മൾ പ്രതീക്ഷിച്ചില്ല, പരിശോധിക്കും. ഇവിടെ ഒരു അടിയൊഴുക്കുള്ള BJPക്കുള്ള CPM വോട്ട് BJP വന്നിട്ടുള്ള ആലോചിക്കും. അതെ അതെ. പക്ഷെ പറയേണ്ടത് ആരൊക്കെയാണ്? BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നയിച്ച തെരഞ്ഞെടുപ്പാണ്. BJP സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരം പറയേണ്ടി വരും. ഈ സന്ദീപ് വാര്യർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടും സമൂഹ മാധ്യമങ്ങളിൽ. BJP അണികൾ തന്നെ പറയുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ചേലക്കരയിൽ പോലും സുരേഷ് ഗോപി ഫാക്ടർ വർക്ക് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം NDA സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കുണ്ടായിരുന്നു. അവിടെയും ഒന്നും ഉണ്ടായില്ല. പാലക്കാടും ഉണ്ടായില്ല. നിയമവും ആവർത്തിച്ചില്ല. BJPക്ക് ഉണ്ട് ഇനിയും ഒരുപാട് ഉത്തരങ്ങൾ പറയാനും പരിശോധിക്കാനും ഒക്കെ പലതുമുണ്ട്. ഇടതും കോൺഗ്രസും UDF-ഉം LDF-ഉം ആശ്വസിക്കുമ്പോൾ BJPക്ക് ഉത്തരം പറയാൻ പലതുമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ തമ്മിലടിയാണ് NDA എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇതിനു മുന്നിൽ. തീർച്ചയായും കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. 15,294 വോട്ടുകളുടെ ലീഡ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൽ നേടിയിരിക്കുന്നു. ഇനിയും ആ വോട്ട് ലീഡ് വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ 9ാം റൗണ്ടിൽ എണ്ണിയ ഈ മാത്തൂരിൽ പോലും കാര്യമായ വോട്ട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എന്ന് കൂടി ചേർത്ത് വെക്കണം. UDF പ്രവർത്തകരുടെ ആഹ്ലാദപ്രകടനം നീലപ്പെട്ടിയും കറുത്തപ്പെട്ടിയും മറ്റുമായി UDF പ്രവർത്തകർ തലയിൽ വെച്ചും റോഡിൽ ചലിപ്പിച്ചും മറ്റും UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. പെട്ടി വലിയൊരു വിഷയമായിരുന്നു തെരഞ്ഞെടുപ്പിലുടനീളം എന്ന കാര്യം സംശയമില്ല. ആ പെട്ടി തലയിൽ വെച്ച് അത് LDF-നുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം നമുക്കറിയാം ഈ വിഷയത്തിൽ പോലീസ് നടത്തിയ റെയ്ഡ്, രാത്രി നാടകം, അവിടുത്തെ വനിതാ നേതാക്കളെ അടക്കം അവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡൊക്കെ ഏത് തരത്തിലുള്ള ഇഫക്റ്റാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് എന്ന കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. ഇപ്പോൾ 15,294 എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ ഏറെ ആഹ്ലാദിക്കാനുണ്ട് UDF-ന്, ഏറെ പറയാനുണ്ട് UDF-ന്, ഏറെ ആഹ്ലാദിക്കാനുണ്ട്. കൂടുതൽ പറയുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിക്കും. അതാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് തുരങ്കം വെച്ച് BJPയുടെ ശക്തി മേഖലയെ പൊളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വോട്ട് BJPയുടെ വോട്ടുകൾ UDF-ലേക്ക് പോയി, കോൺഗ്രസിലേക്ക് പോയി. കൃഷ്ണകുമാറിനെതിരായുള്ള ആക്രമണം ആവർത്തിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളി അല്ലെങ്കിൽ അതിൽ തെറ്റുപറ്റി എന്നുള്ള ഒരു ആരോപണം ഇനിയും സന്ദീപ് വാര്യർ പറയും. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഇതാണ് പാലക്കാട് BJPക്ക് തിരിച്ചടിയായത് എന്ന് പറയുന്നു. അതിന് കാരണമായത് K സുരേന്ദ്രന്റെ താല്പര്യമാണ് എന്ന് പറയുന്നു. ശക്തമായിട്ടുള്ള വാക്കുകളൊക്കെ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന്. മാരാർജി ഭവനിൽ നിന്ന് സുരേന്ദ്രനെയും സംഘത്തെയും അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കാതെ BJP രക്ഷപ്പെടില്ല എന്ന തരത്തിലുള്ള, അതായത് നേരത്തെ BJP നേതാക്കൾ സന്ദീപ് വാര്യർ എന്തു പറഞ്ഞു അതിനൊക്കെ സമയം വന്നിരിക്കുന്നു. അതൊക്കെ തിരിച്ചു സന്ദീപ് വാര്യർ പറയുന്നു. ആ ചിത്രം കൂടി ഇവിടെ നിന്ന് വരുന്നു. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 16,000 കടന്നു എന്നുള്ള വിവരം കൂടി, രാഹുലിന്റെ ഭൂരിപക്ഷം 16,000 കടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് വർദ്ധിക്കാനുള്ള പശ്ചാത്തലമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പുറകോട്ട് പോക്ക് ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. വലിയ വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16,000 കടന്നു എന്ന് അനൌദ്യോഗികമായ ചില കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. മറുവശത്ത് UR പ്രദീപിന്റെ ഭൂരിപക്ഷം 12,000 കടന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ആഹ്ലാദ പ്രകടനം
വലിയ ആഹ്ലാദ പ്രകടനം സംഭവിക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതും ഏറ്റവും പ്രധാനമാണ്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ പാലക്കാട്ടെ ഒരിക്കൽ കൂടി ആ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ 16,611 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം കുതിച്ചെത്തുന്നു. 16,611. അതായത് എവിടെയും എത്താതെ തൊട്ട് നിൽക്കുകയായിരുന്നു ഈ ലീഡ് നില. പിരായിരി പഞ്ചായത്തിൽ വോട്ട് എണ്ണിയപ്പോഴാണ് ഈ രാഹുലിന്റെ വോട്ട് നില, ലീഡ് നില ഇങ്ങനെ കുത്തൻ ഉയർന്നത്. പിരായിരിൽ മാത്രം 6,775 വോട്ടാണ് രാഹുൽ നേടിയത്. കൃഷ്ണകുമാറിനേക്കാൾ 4,124 വോട്ടുകളുടെ മുൻതൂക്കം പിരായിരില് രാഹുൽ നേടി. അങ്ങനെയാണ് കുത്തനെ ഈ ഭൂരിപക്ഷം കൂടുന്നത്. 9ാം റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ 10,000 കടന്നു. അങ്ങനെ ഒരു ലീഡ് രാഹുൽ നടത്തുകയും ചെയ്തു. അതായത് പിരായിരി ഷാഫിക്കൊപ്പം നിന്നതിനേക്കാളും കൂടുതൽ രാഹുലിനൊപ്പം നിന്ന് 16,000 കടന്നിരിക്കുന്നു. ഇനിയുള്ളത് കണ്ണാടിയും മാത്തൂരും മാത്രമാണ്. അപ്പോഴും 10,000-ൽ താഴില്ല ഈ ഭൂരിപക്ഷം എന്നുള്ള കാര്യം. തീർച്ചയായും ബി ജെ പി നേതാവിന്റെ ആദ്യ പ്രതികരണം അവിടെ നമുക്കറിയാം. അവിടെ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ വഹിച്ചിരുന്ന എൻ ശിവരാജനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. പാളിച്ചകൾ എന്താണെന്ന് പാർട്ടി പരിശോധിക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളും തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ല എന്നും സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നും കെ സുരേന്ദ്രൻ കേരളത്തിലെ ഉരുക്ക് നേതാവാണെന്നും പാർട്ടി പ്രവർത്തകർ പണിയെടുത്തതാണെന്നും തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുമാണ് ശിവരാജൻ പറയുന്നത്. നമ്മൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം ഇനി ന്യായീകരിക്കാൻ ബി ജെ പിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും വോട്ട് മറഞ്ഞു എന്ന് പോലുമുള്ള ന്യായീകരണങ്ങൾ ഒരു പക്ഷേ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. ഏതായാലും വലിയ തോൽവിയാണ്, കനത്ത തോൽവിയാണ്. ബി ജെ പി പ്രതീക്ഷിക്കാത്ത മറുപടി കെ സുരേന്ദ്രൻ പറയണം. ശിവരാജൻ പറഞ്ഞാൽ മതിയാകുകയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയും, UDF നേതാക്കന്മാർ പറയും. ആക്രമണം ഉണ്ടാകുന്നത് BJP സംസ്ഥാന അധ്യക്ഷന് നേരെ, അത് CPM ആണെങ്കിലും ഈ നഗര മേഖലയിൽ വോട്ട് കുറഞ്ഞതിന് ഉത്തരവാദിത്തം BJP പറയണം എന്ന് ചോദിക്കും. സി കൃഷ്ണകുമാർ നേരിട്ട് പറഞ്ഞു. 20,000 ഭൂരിപക്ഷമൊക്കെയാണ് പറഞ്ഞത്. അത് ഈ ബെൽറ്റിലൊക്കെ BJPയുടെ പ്രധാനപ്പെട്ട ബെൽറ്റുകൾ, കൽപ്പാത്തി അടക്കമുള്ള BJP ഹോൾഡ് ബെൽറ്റുകളിൽ എന്തുകൊണ്ട് കിട്ടിയില്ല ഈ ഭൂരിപക്ഷം എന്നുള്ളത് എടുത്തു ചോദിക്കും. തീർച്ചയായും വലിയ വിജയം. ഇപ്പോൾ 16,611 എന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു എന്നുള്ള നിർണായകമായ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പക്ഷേ ഭൂരിപക്ഷം വർദ്ധിച്ചേക്കാം. വയനാട്ടിൽ 33,435 പ്രിയങ്ക കുതിച്ചെത്തുന്നു. ചേലക്കരയിൽ 12,000 കടന്നു. ഒരു ഘട്ടത്തിൽ 12,000 കടന്ന് പിന്നെ 11,500 വന്ന UR പ്രദീപിന്റെ ഭൂരിപക്ഷം വീണ്ടും 12,000 കടന്നിരിക്കുന്നു. അതായത് പാലക്കാട്ട് UDF വിജയം ഉറപ്പിച്ചു. ചേലക്കരയിൽ LDFന്റെ ആഹ്ലാദ പ്രകടനം കണ്ടു കഴിഞ്ഞു. വയനാട്ടിലാകട്ടെ 4 ലക്ഷത്തിലേക്ക്, അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കുതിക്കുന്നു എന്നത് UDFന് വലിയ ആശ്വാസമാണ്. അപർണ. അതെ.